പ്രേക്ഷകർ വിചാരിക്കുന്നത് ഞാൻ എന്തായാലും തുള്ളിക്കൊണ്ടിരിക്കുന്നത്, എനിക്കൊപ്പം കുറച്ച് പേരും കൂടെ തുള്ളുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഐക്യദാർഢ്യ പ്രകടനമാണ്. ഏകദേശം 50-60 ഒക്കെ റേഞ്ചിലുള്ള ആൾക്കാരാണ് തങ്കശ്ശേരിയിൽ വന്ന് രാവിലെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. കൊള്ളാം. അവർ രാവിലെ എല്ലാവരും വാമപ്പൊക്കെ ഏകദേശം 5 കിലോമീറ്റർ നടന്നിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഇതേപോലെ രാവിലെയൊക്കെ എഴുന്നേറ്റ് ഇന്നത്തെ ഈ ഒരു ദിവസം ഉഷാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അല്ലേ ഒന്ന് വീർത്ത് കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് ഉഷാറാവും അല്ലേ? ഏകദേശം എത്ര ഇപ്പം തന്നെ വീർത്തു, ആകെ 3 സ്റ്റെപ്പേ ആയുള്ളല്ലോ റെക്സേ. എങ്ങനെയുണ്ട്? കൊള്ളാം. എത്ര മണിക്കൂർ ഇത് ചെയ്യും നിങ്ങൾ? 1 മണിക്കൂർ അല്ലേ? 1 മണിക്കൂർ എക്സസൈസ് ചെയ്യും അല്ലേ? 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് അത്യാവശ്യം സെറ്റ് ആവും. നല്ല മാനസികമായ ഉല്ലാസം കിട്ടും. മാനസികമായ ഉല്ലാസം. ഒരു ദിവസത്തേക്കുള്ള ബാറ്ററി ചാർജ് ആവും അല്ലേ? മാസ്റ്റർ ഇവിടെയാണെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞ യോഗ ഉണ്ടോ? യോഗയുണ്ട് ആണ് അല്ലേ? ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്. ആദ്യം ഇങ്ങനെ ബോഡി ഒന്ന് വാമാവുക, നടത്തം. അത് കഴിഞ്ഞ് ബോഡി വാമാവും, പിന്നെ ഇടയ്ക്ക് കുറച്ച് വർത്തമാനം അല്ലേ? ആലിന്റെ ചവിട്ടിയിലിരിക്കും. അപ്പോൾ എന്നിട്ട് നമ്മള് ഇയർഫോൺ വെച്ച് മെഡിറ്റേഷൻ ആണോ? എല്ലാവരും ഉണ്ടാവും. അപ്പൊ സൈലൻസ് ആയിരിക്കും. സൈലന്റ് ആണ് അല്ലേ? അതെ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ചേട്ടൻ നിർത്തി അപ്പോഴേക്ക് ആകെ 4 മിനിറ്റേ ഉള്ളൂ. എത്ര മിനിറ്റ് ചാടിക്കൊണ്ടിരിക്കും? അങ്ങനെയൊന്നുമില്ല സാർ, 5 മിനിറ്റ്. 5 മിനിറ്റ് അത് കഴിഞ്ഞാൽ വേറെ സെക്കൻഡ്. രണ്ടാമത്. ഓക്കെ, റെഡി? 1 2 3. യെസ്, വണ്ടർഫുൾ. ഇത് എത്ര സമയം? ഇതൊരു 5 മിനിറ്റ് ഉണ്ട്. 150. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യണം അല്ലേ? രണ്ടും ഒരുമിച്ച് വേണം. ഇതാരുടെ ഇന്നോവേഷനാ? മാസ്റ്റർ ഉണ്ട്, റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാ. അപ്പൊ സ്വന്തമായിട്ട് ഇവിടെ പച്ചാളം പാസിയിട്ട് ഒരു ഭാവം ഉണ്ടല്ലോ, അതേപോലെ സ്വന്തമായിട്ട് ഇത് ഞങ്ങളുടെ ഒരു ടീമിലെ പുള്ളി തന്നെ കണ്ടുപിടിച്ച എക്സസൈസ് ഐറ്റമാണ്. അപ്പോൾ ശരി, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഇന്നിപ്പോൾ നരേന്ദ്രമോദി ഇന്നലെ രാജസ്ഥാനിൽ റാലിയിൽ പറഞ്ഞൊരു കാര്യം, കോൺഗ്രസ് സ്വത്തെല്ലാം മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണത്തിലുള്ള വർധനമാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചത്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടില്ല? ഒരിക്കലുമില്ല. അത്തരം പ്രചരണങ്ങളെ കുറിച്ച് എന്താ? ഒരിക്കലും അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല, അത് ശരിയല്ല. അത്തരം പ്രചരണങ്ങൾ പാടില്ല അല്ലേ? അതെ. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അല്ലേ? അതെ. അങ്ങനെ തന്നെയാണോ? നരേന്ദ്രമോദി നാക്കെടുത്താൽ കള്ളവേ പറയത്തുള്ളൂ. രാവിലെ ഒരു രാത്രി വരെ കള്ളം പറഞ്ഞാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുന്നത്. ഇന്ത്യ നടക്കത്തില്ല. ഒരു മാറ്റം അനിവാര്യമാണ്, അതുണ്ടാവുക തന്നെ ചെയ്യും. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ.